Assimilation of food. How different types of food it is assimilated inside our body. We know the food which is absorbed to our bloodstream, that include glucose, it include amino acid, it include glycerol and fatty acid, and we can say it include the nitrogen base, pentose sugar and phosphate, and it also includes certain minerals as vitamins. Okay, so here that vitamins in the portion I pinna parnera ഈ തരത്തിലുള്ള ഇതേ ഫുഡ്, അതായത് ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, ഗ്ലിസറോൾ ആൻഡ് ഫാറ്റി ആസിഡ്, നൈട്രജൻ ബേസ്, പെന്റോസ് ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ്, അതെങ്ങനെയാണ് അസിമിലേഷൻ നടക്കുന്നത് നമ്മുടെ ബോഡിയിൽ? അതായത് ആഫ്റ്റർ ദ ഇൻടേക്ക് ഓഫ് ദീസ് ഓർ ആഫ്റ്റർ ദ അബ്സോർപ്ഷൻ ഓഫ് ദീസ് ഓൾ ഫുഡ് ടു അവർ ബ്ലഡ് സ്ട്രീം, വാട്ട് വിൽ ഹാപ്പൻ, ഹൗ ഇറ്റ് വിൽ ബി സ്റ്റോർഡ് ഇൻസൈഡ് അവർ സെൽ, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. So glucose, it will be stored in the form of glycogen. Glucose, it will be stored in the form of glycogen. Amino acid, it will be stored or it will be used for the preparation of protein. Glycerol and fatty acid, it is used for the preparation of lipid molecule, and this nitrogen base, pentose sugar and phosphate, that is used for synthesizing nucleic acid. Etra funny adokki nammal kazhikkuna foodinathu irikkunna carbohydrate ne digest cheyichu glucose aaki again a complex glucose molecule glycogen aaki veendum maattana alle. അതേപോലെ തന്നെ പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്ത് അമിനോ ആസിഡ് ആക്കി മാറ്റി ഇനി അമിനോ ആസിഡിനെ വീണ്ടും എന്താക്കി മാറ്റണം, പ്രോട്ടീൻ ആക്കി മാറ്റണം. അതേപോലെ ഗ്ലിസറോളും ഫാറ്റി ആസിഡും ലിപ്പിഡിനെ ഡൈജസ്റ്റ് ചെയ്തിട്ട് ഗ്ലിസറോളും ഫാറ്റി ആസിഡും ആക്കിയത് അഗെയിൻ വി ആർ യൂസിങ് ദ സെയിം മെറ്റീരിയൽ ഫോർ സിന്തസൈസിങ് ദ ലിപ്പിഡ് മോളിക്യൂൾ. അതേപോലെ തന്നെ ന്യൂക്ലിക് ആസിഡിനെ ഡൈജസ്റ്റ് ചെയ്തിട്ടായി പറയുന്ന നൈട്രജൻ ബേസും പെന്റോസ് ഷുഗറും ഫോസ്ഫേറ്റും ഒക്കെ ഉണ്ടായത്. അതിനെ കൂട്ടിച്ചേർത്തിന് നമ്മൾ എന്തിനു യൂസ് ചെയ്യണം, ന്യൂക്ലിക് ആസിഡിന്റെ സിന്തസൈസിന് യൂസ് ചെയ്യണം. അപ്പോൾ ഈ the utilization of the absorbed nutrients in different tissues for several purposes, that is called as the assimilation of food. Assimilation of food, how it occurs for glucose, we will see. Glucose നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു ട്രാൻസ്പോർട്ടർ പ്രോട്ടീൻ ഉണ്ട്, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് GLUT4. ഓക്കെ, അതൊരു ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ട്രാൻസ്പോർട്ടർ ആണ് കേട്ടോ, ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ട്രാൻസ്പോർട്ടർ ആണ്. അതിനകത്ത് ആ ഗ്ലൂക്കോസ് അപ്പം നമുക്ക് എത്രമാത്രം വേണോ, ഇൻസ്റ്റന്റ് എനർജിക്ക് എത്രമാത്രം വേണോ, അല്ലെങ്കിൽ എത്ര ഗ്ലൂക്കോസ് മോളിക്യൂൾ അന്നേരം റെസ്പിറേഷൻ പാത്വേയിൽ എൻ്റർ ചെയ്യണോ അത്രയും ഗ്ലൂക്കോസിന് നമ്മൾ എടുക്കുകയും ബാക്കിയുള്ളതിനെ നമ്മൾ ലിവറിലും അതുപോലെ തന്നെ മസിൽസിലും സ്റ്റോർ ചെയ്ത് വെക്കും. ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഗ്ലൈക്കോജെനസിസ്. ഗ്ലൈക്കോജൻ ഫോർമേഷൻ ഒക്കേഴ്സ് ഫ്രം ഗ്ലൂക്കോസ് മോളിക്യൂൾ, ഗ്ലൈക്കോജെനസിസ്. ഈ ഗ്ലൈക്കോജെനസിസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ. നൗ ദ നെക്സ്റ്റ് വൺ, അമിനോ ആസിഡ്. അമിനോ ആസിഡിനെ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ വി നോ ദർ ആർ സെവറൽ പ്രോട്ടീൻസ് വിച്ച് ഇസ് റിക്വയർഡ് ഇൻ അവർ ബോഡി. നമുക്ക് ആ പ്രോട്ടീൻ ചിലപ്പോൾ അത് ഡിഫൻസ് മെക്കാനിസത്തിന് വേണ്ടിയിട്ടുള്ള ഇമ്മ്യൂണോഗ്ലോബുലിന്റെ സിന്തസിസിന് വേണ്ടിയിട്ടാവാം, അതല്ലെങ്കിൽ സ്ട്രക്ചറൽ പ്രോട്ടീൻ്റെ സിന്തസിസിന് വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടർ പ്രോട്ടീൻ്റെ സിന്തസിസിന് വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ ചില എൻസൈംസിന്റെ സിന്തസിസിന് വേണ്ടിയിട്ടാവാം. ഒരുപാട് പ്രോട്ടീൻ സിന്തസിസ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്വേഴ്സർ മോളിക്യൂൾ ആയിട്ടുള്ള അമിനോ ആസിഡ് ആയിട്ട് ഇതിനെ യൂസ് ചെയ്യാം. ഇനി നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ എക്സസ് ആയിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾ. അത് ഏത് പ്രോസസ് വഴിയാന്ന് വെച്ചാൽ ഗ്ലൂക്കോണിയോജെനസിസ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് ഫോർമേഷൻ ഫ്രം അതർ സോഴ്സസ് ആസ് അമിനോ ആസിഡ് ആൻഡ് ഫാറ്റ് മോളിക്യൂളിൽ നിന്ന് അല്ലെങ്കിൽ അമിനോ ആസിഡിൽ നിന്ന് നമ്മൾ ഗ്ലൂക്കോസ് മോളിക്യൂൾ ഉണ്ടാകുന്നതിന് നമ്മൾ ഗ്ലൂക്കോണിയോജെനസിസ് എന്ന് പറയാം. അപ്പൊ എക്സസ് ആയിട്ടുള്ള അമിനോ ആസിഡിനെ ഡീആമിനേഷൻ വഴി അമിനോ ഗ്രൂപ്പിനെ റിമൂവ് ചെയ്ത് ലിവറിന്റെ ഉള്ളില് അതിനെ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ ഗ്ലൂക്കോണിയോജെനസിസ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കേ, എക്സസ് ആയിട്ടുള്ള അമിനോ ആസിഡിന്റെ അമിനോ ഗ്രൂപ്പിനെ റിമൂവ് ചെയ്തിട്ടാണ് ഗ്ലൂക്കോസ് മോളിക്യൂൾ ഉണ്ടാകുന്നത്. ഒരുപാട് അമിനോ ഗ്രൂപ്പ് എവിടെ റിമൂവ് ചെയ്യുന്നുണ്ടാവും? ലിവറിനകത്ത് റിമൂവ് ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് അമിനോ ഗ്രൂപ്പ് ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ദ ഫോം ഓഫ് അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ അമോണിയനെ യൂറിയ സൈക്കിൾ അല്ലെങ്കിൽ ഓർണിത്തൈൻ സൈക്കിൾ എന്ന് പറയുന്ന പ്രോസസ് വഴി യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ ആർജിനൈസ് എൻസൈം വിച്ച് ഇസ് പ്രസന്റ് ഇൻ ലിവറിൽ നടക്കുന്ന ഓർണിത്തൈൻ സൈക്കിൾ വഴി അമോണിയ എന്ന് പറയുന്ന ടോക്സിക് വേസ്റ്റ് അതെവിടെ നിന്നുണ്ടാകുന്ന അമിനോ ഗ്രൂപ്പ്
അമിനോ ആസിഡിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് വരുന്ന ആ അമിനോ ഗ്രൂപ്പാണ് അമോണിയ ആയിട്ട് മാറുന്നത്. ആ അമോണിയനെ ഡീടോക്സിഫിക്കേഷൻ നടത്തി അത് യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്യും ബൈ ദ പ്രോസസ് കോൾഡ് ആസ് ഓർണിതൈൻ സൈക്കിൾ. അവിടെ ഉണ്ടാകുന്ന ഗ്ലൂക്കോണിയോജനസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്തുണ്ടാക്കും? ദ അമിനോ ആസിഡ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ഗ്ലൂക്കോസ് മോളിക്യൂൾ. ഗ്ലൂക്കോസ് സിന്തസൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഈ ഗ്ലൂക്കോസ് മോളിക്യൂളിനെ നമുക്ക് ഗ്ലൈക്കോജൻ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഗ്ലൂക്കോണിയോജനസിസ്. അപ്പൊ ലിവറിൽ ഈ ഗ്ലൂക്കോണിയോജനസിസിനെ അസോസിയേറ്റ് ആയിട്ട് കാണുന്ന വേറൊരു പ്രോസസ്സാണ് ഓർണിതൈൻ സൈക്കിൾ. അവിടെ ലിവറിൽ ഓർണിതൈൻ സൈക്കിൾ നടക്കാനുള്ള കാരണം ഈ ഡിയാമിനേഷൻ ഓഫ് അമിനോ ഗ്രൂപ്പ് ഓഫ് അമിനോ ആസിഡ് ഇറ്റ് ഒക്കേഴ്സ് ഇൻ ലിവർ. അതേപോലെ ലിവറിലാണ് ആർജിനേസ് എൻസൈം കാണുന്നത്. ഓക്കെ, അപ്പോൾ ആർജിനേസ് എൻസൈം അവിടെ ഉള്ളത് കൊണ്ട് അമോണിയനെ യൂറിയയ്ക്ക് മാറ്റുകയും ചെയ്തോളും. ഡിയാമിനേഷൻ പ്രോസസ് നടക്കുന്ന ലിവറിലായതുകൊണ്ട് ഡിയാമിനേഷൻ നടന്നിട്ട് ബാക്കിനെ ഗ്ലൂക്കോസ് മോളിക്യൂൾ ആയിട്ട് കൺവേർട്ട് ചെയ്ത് അത് ഗ്ലൈക്കോജൻ ഫോർമേഷനിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്യും. സോ ഗ്ലൈക്കോജനസിസ് ഇറ്റ് ഒക്കേഴ്സ്, ഗ്ലൂക്കോണിയോജനസിസ്, ഗ്ലൂക്കോസ് ഫോർമേഷൻ ഇറ്റ് ഒക്കേഴ്സ് ഫ്രം അമിനോസിസ് ഓഫ് ഗ്ലൂക്കോണിയോജനസിസ് ഇറ്റ് ഒക്കേഴ്സ് ഇൻ ദ ലിവർ ആൻഡ് ദെൻ ഗ്ലൂക്കോസ് ഇറ്റ് വിൽ ബി സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് ഗ്ലൈക്കോജൻ. അപ്പോൾ അമിനോ ആസിഡ് പ്രോട്ടീൻ്റെ സിന്തസിസിനും ഹെൽപ്പ് ചെയ്യും, അതുപോലെ ഗ്ലൂക്കോസ് ഫോർമേഷനും ഹെൽപ്പ് ചെയ്യും. ഈ ഗ്ലൂക്കോസ് ഫോർമേഷൻ അമിനോ ആസിഡിൽ നിന്ന് ഒരിക്കൽ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ നെവർ അണ്ടർഗോ റിവേഴ്സിബിൾ റിയാക്ഷൻ. പിന്നെ നമ്മൾ ഗ്ലൈക്കോജനിൽ നിന്ന് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് മോളിക്യൂളിൽ നിന്ന് അമിനോ ആസിഡിനെ സിന്തസൈസ് ചെയ്യാൻ നോക്കിയാൽ അത് നടക്കില്ല കേട്ടോ. അപ്പൊ എക്സസ് ആയിട്ടുള്ള അമിനോ ആസിഡിനെ മാത്രമാണ് എന്താക്കുള്ളൂ? ഗ്ലൂക്കോസ് ആയിട്ട് മാറ്റുള്ളൂ. നെക്സ്റ്റ് വൺ ഈസ് ഗ്ലിസറോൾ ആൻഡ് ഫാറ്റി ആസിഡ്. ഈ ഗ്ലിസറോളും ഫാറ്റി ആസിഡും നമുക്കറിയാം ഹൈലോമൈക്രോൺ ഫോമിലാണ് നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യുന്നത് അല്ലേ. ഈ ഗ്ലിസറോളും ഫാറ്റി ആസിഡും കൂടി ജോയിൻ ചെയ്തിട്ടാണ് എന്തായിട്ട് മാറുന്നത്? ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, ലിപ്പിഡ് മോളിക്യൂൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഈ ലിപ്പിഡ് മോളിക്യൂള് പല കാര്യങ്ങളും സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സിന്തസൈസിങ് ദ ഫോസ്ഫോലിപ്പിഡ് മോളിക്യൂൾ. ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയുന്നത് എന്താണ്? ദ ഔട്ടർ കവറിംഗ് ഓഫ് ഈച്ച് സെൽ മെംബ്രെയിൻ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാം ഫോസ്ഫോലിപ്പിഡ് കൊണ്ടാണ്. അതിന്റെ സിന്തസിസിനൊക്കെ വേണ്ടിയിട്ട് ലിപ്പിഡ് മോളിക്യൂൾ യൂസ് ചെയ്യുന്നുണ്ട്. എക്സസ് ആയിട്ടുള്ള ലിപ്പിഡ് മോളിക്യൂളിനെ ഇറ്റ് വിൽ ബി കൺവേർട്ട് in the form of fat and it is stored in the adipose tissue or fat cell. നമ്മുടെ സ്കിന്നിന്റെ അടിയിൽ കാണുന്ന ഫാറ്റ് സെല്ലിനകത്ത് അല്ലെങ്കിൽ അഡിപ്പോസ് ടിഷ്യൂല് അതിന് സ്റ്റോർ ചെയ്ത് വെക്കും. അത് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ആക്ട് ആസ് എ ഷോക്ക് അബ്സോർബർ, ഇൻസുലേറ്റർ. അപ്പൊ നമ്മുടെ ബോഡിയിലേക്ക് ഒരുപാട് എന്താ പറയാ കൂൾനെസ് എഫക്ട് ചെയ്യാതെ ഒരു ഇൻസുലേറ്റർ ആയിട്ട് അതിന് ആക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ രണ്ട് ഓർഗൻസിന്റെ ഇടയിൽ ഫാറ്റിന്റെ ഡെപ്പോസിറ്റ് വരുന്നതുകൊണ്ട് തന്നെ ഒരു ഷോക്ക് അബ്സോർബർ ആയിട്ട് രണ്ട് ഓർഗൻസിന്റെ ഇടയിൽ അതിന് പ്രവർത്തിക്കാൻ പറ്റും. അതുപോലെ ഫാറ്റ് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഓക്സിഡേഷൻ നടക്കുമ്പോൾ വി വിൽ ഗെറ്റ് ഇനഫ് ക്വാണ്ടിറ്റി ഓഫ് എനർജി. കാർബോഹൈഡ്രേറ്റിന്റെ റെസ്പിറേഷൻ നടക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ ഗ്ലൈക്കോജന്റെ റെസ്പിറേഷനേക്കാൾ കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന എവിടെ നിന്നാണ്? ഫാറ്റിന്റെ റെസ്പിറേഷൻ വഴിയാണ്. സോ ഗ്ലിസറോൾ ആൻഡ് ഫാറ്റി ആസിഡ് again it will join together in the form of lipid and it can be stored in the form of fat in adipose tissue or it is stored in fat cell. Now next one, the nitrogen bases, pentose sugar as well as the phosphate molecule. This join together to become as nucleic acid. This will be most helpful during the replication process of DNA or it is used for synthesizing the RNA. അതായത് ഒരു ജീനിന്റെ എക്സ്പ്രഷന്റെ സമയത്തും അതേപോലെ തന്നെ ഒരു സെല്ല് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ DNA റിപ്ലിക്കേഷന്റെ സമയത്തുമാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഈ പറയുന്ന അസിമിലേഷൻ ഓഫ് നൈട്രജൻ ബേസ്, പെന്റോസ് ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ് ഇൻ അവർ ബോഡി. അത് ഇതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസിമിലേഷൻ വിച്ച് വി ആർ സീയിങ് ഇൻ അവർ ബോഡി. ഓക്കെ, നമ്മുടെ ബോഡിയിൽ കാണുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസിമിലേഷൻ, അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫുഡിന്റെ അസിമിലേഷൻ ഇതാണ്. ഇനി നമ്മൾ the egestion of food, how it occurs we will see. എന്താണ് egestion of food എന്ന് പറഞ്ഞാൽ? The undigested particle, it will be ejected out from the alimentary tract through the process called as egestion of food. Egestion, it occurs, we know, around 1500 egestion of excretory product. നമുക്കറിയാം ഏകദേശം 1500 ml ഖൈലോളം നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് വരുന്നുണ്ട്. ദെൻ ഫ്രം ദെയർ ഇറ്റ് വിൽ അബ്സോർബ് മാക്സിമം ന്യൂട്രിയൻസ് വാട്ട് എവർ ഇറ്റ് ഈസ് നീഡഡ് ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡിയിൽ വേണ്ട ന്യൂട്രിയൻസിനേക്കാൾ മാക്സിമം അബ്സോർബ് ചെയ്യും. ഏകദേശം 90% വാട്ടറും സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ തന്നെ അബ്സോർബ് ചെയ്യും. നമ്മൾ പഠിച്ചിട്ടുണ്ട്
ഡിയോഡിനം റീജിയനിൽ മാക്സിമം ഡൈജഷൻ നടക്കും, ജിജ്നം ഇലിയം റീജിയനിൽ മാക്സിമം അബ്സോർപ്ഷൻ നടക്കും. അതുകൊണ്ട് തന്നെ മാക്സിമം അബ്സോർപ്ഷൻ നടക്കുന്ന ജിജ്നം ഇലിയം റീജിയൻ ഹൈലി കോയിൽഡ് സ്ട്രക്ചർ ആണ് അല്ലെ. ഇനി നമ്മൾ നോക്കിയാൽ വി ക്യാൻ സീ ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ റിമൈനിങ് 10% ഓഫ് ദ വാട്ടർ വിൽ ബി അബ്സോർബ്ഡ്. 90% വാട്ടർ 10% വാട്ടർ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും എഗെയിൻ ദ വാട്ടർ അബ്സോർപ്ഷൻ ഇറ്റ് ക്യാൻ ടേക്ക് പ്ലേസ് ഫ്രം ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ. ലാർജ് ഇൻറ്റസ്റ്റൈനിൽ നിന്ന് എഗെയിൻ വാട്ടർ അബ്സോർബ് ചെയ്യുമ്പോൾ the chyle which is semi-solid in nature that will become like pellet. ഒരു മാതിരി pellet semi-solid കുറച്ചും കൂടെ കട്ടിയായിട്ട് വരും. Then it reaches to the rectum region. അത് സീക്കത്തിൽ കൂടെ പാസ് ചെയ്ത് കൊളോണി കൂടെ പാസ് ചെയ്ത് then it reaches to the rectum region. Rectum regionിൽ എത്തിക്കഴിയുമ്പോൾ the rectum the wall of the rectum it will undergo a kind of pressure. ആ pressure it will reach to our brain, and we can see it that brain gives a signal for a kind of rhythmic contraction and relaxation in the rectum region. Rectum region lo oru rhythmic contraction um relaxation um undakum endu ee parayna signal which is giving from the brain. And this rhythmic contraction and relaxation, that is nothing but the bowel movement that will help in defecation of the fecal matter. Bowel movement. Okay, defecation എന്ന് പറയുന്നത് എന്താണ്? The egestion of the food. Egestion of the fecal matter is called as defecation. So defecation process through which the food will be ejected out. Okay, ഇതാണ് നമ്മുടെ assimilation അതുപോലെ egestion portion. ഇനി നമുക്ക് പഠിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ കുറേ ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ് പഠിക്കാനുണ്ട്. അതിനു മുമ്പ് നമുക്ക് കുറേ വിറ്റാമിൻസ്, നമ്മുടെ ബോഡിയിലെ വിറ്റാമിൻസ് എങ്ങനെയാണ് അബ്സോർബ് ചെയ്യുന്നത്. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ. നമ്മുടെ സീക്കം റീജിയൻ ആൻഡ് കൊളോൺ റീജിയൻ ഉണ്ടല്ലോ, അവിടെ കാണുന്ന കുറേ നോർമൽ ഫ്ലോറയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എസ്ക്രീഷ്യ കൊളൈ പോലത്തെ കുറേ നോർമൽ ഫ്ലോറാസ് ഉണ്ടാവും. ഈ നോർമൽ ഫ്ലോറയുടെ ഫംഗ്ഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ദിസ് ബാക്ടീരിയം ഇൻ ടേൺ ഇറ്റ് പ്രൊഡ്യൂസസ് സർട്ടൻ വിറ്റാമിൻസ് ലൈക്ക് വിറ്റാമിൻ B12, വിറ്റാമിൻ K, vitamin B1 that is thiamine, vitamin B2 that are absorbed across the wall of the colon region, that is due to the activity of this Escherichia coli. ഈ Escherichia coli നമ്മുടെ intestine കാണുന്ന Escherichia coli ആണ് ഈ പറയുന്ന വിറ്റാമിൻസിനെയൊക്കെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നത്. ഏതൊക്കെ വിറ്റാമിൻസ് ആണ്? വിറ്റാമിൻ B12, വിറ്റാമിൻ K, വിറ്റാമിൻ B1 and vitamin B2. These are absorbed in the colon region. That is because of this Escherichia coli, which is seen as a normal flora in the cecum region. അതേപോലെ തന്നെ വിറ്റാമിൻ B12 അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തും കൂടെ വേണം? ഇൻ ദ സ്റ്റൊമക്, ഫ്രം വെയർ gastric intrinsic factor has to be secreted. Okay, ഓർക്കണ്ടല്ലോ നമ്മൾ പറഞ്ഞ് HCl സെക്രേറ്റ് ചെയ്യുന്ന അതേ സെൽസിൽ നിന്ന് സെക്രേറ്റ് ചെയ്യുന്ന വേറൊരു കെമിക്കലാണ് അല്ലെങ്കിൽ ബയോ കെമിക്കലാണ് ഗ്യാസ്ട്രിക് ഇൻട്രിൻസിക് ഫാക്ടർ എന്ന് പറയുന്നത്. that will help in absorption of vitamin B12 നമ്മൾ പഠിച്ചല്ലേ. So this is also taking place in the cecum region, that you have to remember. Okay, ഇനി നമ്മൾ ഈ വിറ്റാമിൻസ് ഏതൊക്കെയാണ് എന്ന് ജസ്റ്റ് ഒരുപാടൊന്നും ഞാൻ പറയുന്നില്ല, അതിൻ്റെ സോഴ്സും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. that will see in the next session.